ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അൽത്താൻ ബീച്ചിലേക്കാണ് പോണത്. അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ. ബീച്ചിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക തരം ഇഷ്ടം തന്നെ ഉണ്ടാവില്ലേ? എത്ര പ്രാവശ്യം പോയാലും മടുക്കാതെ പിന്നെയും പിന്നെയും പോകാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് എല്ലാവർക്കും ബീച്ചിലെ. അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കും. ഭയങ്കര നല്ലൊരു ഫീലുള്ള സ്ഥലമാണ്. സാധാരണ ഈ ബീച്ചുകളിലൊക്കെ ഒരു ക്രീം കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളറ് മണലല്ലേ ഉണ്ടാവുക. ഈ ബീച്ചിലാണെങ്കിൽ നല്ല പഞ്ചസാരത്തരികൾ എന്നൊക്കെ പറയുന്ന പോലെ നല്ല ഭംഗിയായിട്ടുള്ള മണൽത്തരികളാണ് കേട്ടോ. ഈ മണലും ഈ കടലിൻ്റെ തിരമാലകളും എല്ലാം കൂടി കാണുമ്പോൾ നമ്മൾ ശരിക്കും ഫോട്ടോയിൽ കാണുന്ന അതുപോലത്തെ ഒരു ടൈപ്പ് ബീച്ചാണ് കേട്ടോ അത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇവിടെ ബീച്ചിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാം കേട്ടോ നമുക്ക്. അതിനൊന്നും കുഴപ്പമില്ല, സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു കയറ് വെച്ചിട്ട് ഏതുവരെ പോവാൻ പറ്റും എന്നുള്ളത് ഇതുപോലത്തെ ഒരു ബോളുള്ള വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ബോളില്ലേ, അത് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ സേഫായിട്ട് കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് നോക്കും ചെയ്യും. ഈ റെഡ് കളറ് കാണുന്ന ഈ ചെറിയൊരു ബിൽഡിങ്ങില്ലേ, അതിൻ്റെ മുകളിലാണ് സെക്യൂരിറ്റി നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ദൂരെ വരെയുള്ള ആൾക്കാരെ കാണാൻ പറ്റും. ഒരുപാട് കല്ലുകളും ഒരുപാട് ശംഖുകളൊക്കെ ഉണ്ട്. ഇത്തള് എന്നൊക്കെ പറയില്ലേ, ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബീച്ചിനോടുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത് എന്താ വെച്ചാൽ, ഓരോ പ്രാവശ്യം വരുമ്പോഴും നമുക്ക് ഓരോ രീതിയിലാണ് കേട്ടോ കടലിനെ കാണാൻ കഴിയുക. ചില ദിവസങ്ങളിൽ വരുമ്പം കടൽ ഒരുപാട് മുകളിലേക്ക് തിരമാലകൾ വരുന്നുണ്ടാവും. ചില പ്രാവശ്യം വരുമ്പം നല്ല തിരമാല ഉണ്ടാവും. ചില സമയത്താണെങ്കിൽ ഭയങ്കര ശാന്തമായിട്ടുള്ള ചെറിയ ഓളങ്ങൾ പോലത്തെ തിരമാലകളേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് കടലിൽ ഇറങ്ങാനൊക്കെ നല്ല രസമായിട്ട് ഉണ്ടാവുന്ന സമയമുണ്ട്. അതേസമയം കടലിൻ്റെ കളറേ മാറിയിട്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടാവും. വെള്ളമൊക്കെ ഒരു ലൈറ്റ് നീല കളറായിട്ട് വരുന്ന ഒരു സമയം. അതേസമയം ചില സമയത്ത് നമുക്ക് ഒരുപാട് കക്കകൾ കിട്ടും, ഈ ശംഖ് കല്ലുകളൊക്കെ. ചില സമയത്താണെങ്കിൽ ഒരു കല്ലുകളൊന്നും ഉണ്ടാവില്ല, ഒക്കെ കടൽ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും, തിരമാല വന്ന് അടിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ക്ലീനായിട്ടിരിക്കുന്ന ഒരു കടലിൻ്റെ തീരവും കാണുന്നുണ്ടാവുക. ചില സമയത്ത് ഒരുപാട് കല്ലുകളാവും, ശംഖുകൾ അങ്ങനെ കാണുകയില്ല. പിന്നെ ഞണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. മീൻ അധികം കാണില്ല. ആളുകൾ നന്നായിട്ട് ഇറങ്ങുന്നത് കൊണ്ടാവും കേട്ടോ ഈ ഭാഗത്തേക്ക് മീനുകളൊന്നും വരാത്തത്. കടലിൻ്റെ കരഭാഗത്തിനെ ഇങ്ങനെ ഒരു വെയിൽ പോലെ വെച്ചിട്ട് 2 ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഫീസ് കൊടുക്കണം. ഈ ഭാഗത്ത് ഫീസിൻ്റെ ആവശ്യമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റും. ഇവിടെ നല്ല രീതിയിലുള്ള തന്നെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് നല്ല സൗകര്യമാണ്. കുട്ടികളൊക്കെ ആയാലും വലിയവരായാലും കടലിൽ ഇറങ്ങിയാലും കടലിൻ്റെ തീരത്ത് വന്ന് കുറച്ച് നേരം നിന്നാൽ തന്നെ നല്ല രീതിയിൽ തന്നെ കാറ്റുള്ളത് കൊണ്ട് ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തന്നെ ഉണങ്ങി കിട്ടുമേ.